തെരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ച് അരൂരിലെ കണിയ വീട് റോഡ് റെസിഡൻസ് അസോസിയേഷൻ. അരൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 18-ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്താൻ മുന്നിട്ടിറങ്ങി വാർഡിലെ റെസിഡൻസ് അസോസിയേഷൻ. സ്ഥാനാർത്ഥികളുടെ പ്രവർത്തന പഥം, കാഴ്ചപ്പാടുകൾ, പദ്ധതി നിർവഹണത്തിന്റെ സാധ്യതകൾ എന്നിവ തിരിച്ചറിയപ്പെടാനായി മീറ്റ് ദി കാൻഡിഡേറ്റ് പ്രോഗ്രാം സംഘടിപ്പിച്ച് അസോസിയേഷൻ മാതൃക കാട്ടുകയായിരുന്നു. 18-ാം വാർഡിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഷീബ ബിജു, ഐക്യജനാധിപത്യ മുന്നണിയുടെ സുമാദേവി, നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ നിത്യ ജയേഷ് എന്നിവരുമായി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അഭിമുഖം നടത്തി വാർഡിലെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. വ്യത്യസ്തവും മികവാർന്നതുമായ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞ വർഷത്തെ മികച്ച റെസിഡൻസ് അസോസിയേഷനുള്ള പുരസ്കാരം കണിയ വീട് റോഡ് റെസിഡൻസ് അസോസിയേഷൻ കരസ്ഥമാക്കിയിരുന്നു. എന്റെ പേര് ഷീബ ബിജു. ഞാനിവിടെ അരൂര് തന്നെ ജനിച്ചതും വളർന്നതും വിവാഹം കഴിച്ചതും അരൂര് തന്നെയാണ്. ഞാനിവിടെ ആദ്യമായി ഇതിന്റെ മേഖലയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അത് കഴിഞ്ഞ് വരുന്നത് കുടുംബശ്രീ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് അതിന്റെ ഡബിളായിട്ടുള്ള ADS എന്ന് പറയുന്നതിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഹരിതകർമ്മസേനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ സാമൂഹ്യപരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ എനിക്ക് ഒരു ഫ്ലോർ മില്ലുണ്ട്. അത്യാവശ്യം നല്ല സാധനങ്ങൾ തന്നെ അവിടെ കൊടുക്കുവാൻ പറ്റണമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ആരംഭിച്ച ഒരു മില്ലാണ്. ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്നതാണ്. അപ്പൊ അവിടെ നല്ല രീതിയിൽ എനിക്ക് എന്റെ വീട്ടുകാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നടത്താനുള്ള ഒരു കഴിവുണ്ട്. അത് ഞാൻ കണക്കാക്കപ്പെടുന്ന കഴിവ് അത് തന്നെയാണ്. പാമ്പാട് ഈ പ്രാവശ്യം ഒരു വനിതാ വാർഡാണ്. സ്ഥാനാർത്ഥികളെ ജനങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന KRRAയുടെ ഈ പരിപാടിയിലേക്ക് സുമ ടീച്ചർക്ക് സ്വാഗതം. നമസ്കാരം. എന്റെ പേര് സുമ ജയകുമാർ. 33 വർഷത്തോളമായി ഞാൻ അരൂർ പഞ്ചായത്തിൽ തന്നെ ഒരു ട്യൂഷൻ ക്ലാസ് നടത്തി വരുന്നു. ഈ ലാസ്റ്റ് കോവിഡ് സമയത്താണ് ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനായിട്ട് ഇടയുണ്ടായത്. 7-ാം വാർഡിലെ മെമ്പർ ആകാൻ സാധിച്ചു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് 7-ാം വാർഡിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പല റോഡുകളും പൂർത്തിയാക്കാൻ സാധിച്ചു. ഒരു റോഡും കൂടി ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. അതിന് ഫണ്ട് വെച്ച ശേഷമാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ ആളുകളെയും ഒരേപോലെ ചേർത്ത് നിർത്തുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. വൈരാഗ്യം കാണിച്ചവർ വരെ വളരെ സന്തോഷത്തോടെയാണ് എനിക്ക് യാത്രയയപ്പ് വരെ നൽകിയത്. തൊഴിലുറപ്പുകാർക്കാണെങ്കിലും അയൽക്കൂട്ടങ്ങളിലാണെങ്കിലും ഞാൻ കൃത്യമായിട്ട് ചെല്ലുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഭേദപ്പെടുത്തി നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്നാണ് ആഗ്രഹമുള്ളത്. KRRA അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് എന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിത്യ ജയേഷിന്. ഞാൻ നിത്യ ജയേഷ്. ഞാൻ BSc ബിരുദധാരിയും MLT ഡിപ്ലോമയും എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ഞാൻ ട്യൂഷൻ കുട്ടികൾക്ക് +2 തലം വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകി വരുന്നു. കൂടാതെ ക്ഷീരകർഷകയായി കുടുംബശ്രീ പോലുള്ള മറ്റ് SSG ഗ്രൂപ്പുകളുടെ എല്ലാം കൺവീനറായും ADSന്റെ മെമ്പറായും നിലവിൽ വർദ്ധിച്ചു വരുന്നു. ഈ ഒരു അവസരം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ സേവന സന്നദ്ധത എന്നുള്ള ഒരു കഴിവിനെ ഞാൻ കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കും എന്ന് ഞാൻ പറയുകയാണ്. 18-ാം വാർഡിലെ ഏറ്റവും രൂക്ഷമായ ഇഷ്യൂ എന്ന് പറയുന്നത് വെള്ളക്കെട്ടാണ്. ശാശ്വതമായ ഒരു മാർഗം എന്താണ് മനസ്സിലുള്ളത്? പ്പെടുന്നതിൽ ഏറ്റവും പ്രധാനമായ രൂക്ഷമായ ഒരു പ്രശ്നം തന്നെയാണ് ഈ വെള്ളക്കെട്ട്. റോഡുകളുടെ ശോചനീയാവസ്ഥ. ഈ പ്ലാസ്റ്റിക് ബാഗിലും വലിയ വലിയ ക്യാരി ബാഗിലും എല്ലാം കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ പരിസരം മലിനമാക്കാൻ ഒരു പ്രധാന പങ്ക് എന്ന് എനിക്ക് പറയേണ്ടി വരും. തോടുകളുടെ എല്ലാം ആഴം കൂട്ടി അതിന് ചെളി വാരി കളഞ്ഞ് നീരൊഴുക്ക് സുഗമമാക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. ഇതിലുള്ള തോടുകളുടെ എല്ലാം വിവരികളെല്ലാം കെട്ടി സഞ്ചാരയോഗ്യമായ ഒരു നടപ്പാത നിർമ്മിക്കാനും അങ്ങനെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു. ജനങ്ങൾക്കൊരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി അവർക്കൊരു ചെറിയൊരു ക്ലാസ് അല്ലെങ്കിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ച് അവർക്ക് അതിന് വേണ്ട ഒരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് അവർക്ക് കാട്ടിക്കൊടുക്കാം ചെയ്യാം.